ഗൈസ് ഞങ്ങളങ്ങനെ കണ്ണൂര് നിന്ന് നേരെ മമ്മീനെയും പപ്പേനെയും കൂട്ടി പുതിയ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ഇവര് പുതിയ വീട്ടിലേക്ക് വന്നിട്ടില്ല. അപ്പോ ഞങ്ങള് രാത്രിയാണ് നമ്മുടെ ഡ്രൈവ്. കാരണം എനിക്കിഷ്ടം രാത്രിയാണ് വണ്ടി ഓടിക്കാൻ. വണ്ടി നിറച്ച ചെടിയും വണ്ടി ഫുൾ ലോഡാ. ഇത് നോക്കിയേ, പകുതി ചെടിയാ. ബാക്കിലൊക്കെ ലോഡ് ഇതണ്ട. ഇവിടെയൊക്കെ ലഗേജ് വെച്ചിരിക്കുന്നു. ചെടി, ചകിരി, ചിരട്ട, തേങ്ങ, എല്ലാ സാധനം ഉണ്ട്. ചക്ക ഉണ്ടൊരെണ്ണം. ആ പുറകിൽ കാണുന്ന ആ ചാക്കില്ലേ, അതിന്റെ അകത്തുനിന്ന് ഇടക്കിടക്ക് ഓരോ കറുത്തുറുമ്പറയും കൊണ്ടിരിക്കും. അതാ ചാക്ക് വെച്ചിട്ടായിരിക്കും. ആ ഇരുന്നവിടെ എടുത്തു വെച്ചേ. വീണ്ടും മിണ്ടക്കൻ മുല്ലക്കാരൻ അപ്പൊ ഇരുന്നവിടെ ചാക്കെടുത്ത് കയറ്റിയ അപ്പൊ എല്ലാം കൊട്ടിയേക്കാണ്. മണ്ടത്തരം കാണിക്കും. ചിരട്ടയുടെ തേങ്ങയായിരിക്കും. തേങ്ങയുടെ ചിരട്ടയായിരിക്കും. അങ്ങോട്ടൊരു പ്രതിരോധം തീർത്ത് വെച്ചോ. പക്ഷേ നീ അതിന്റെ അടിയിൽ കയറിക്കും. പപ്പനെ കടിക്കണ പപ്പ മാന്താൻ വിളിക്കും എന്നെ. ചൊറിഞ്ഞേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞു. രണ്ടും ചൊറിഞ്ഞത് ആരാ. അപ്പൊ ഞങ്ങളിവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പൊ തന്നെ മണി 11 രാവിലെ ഒരു 5 മണിക്കെങ്കിലും നമുക്ക് പിടിക്കണം. നമുക്ക് 6 മണിക്കൂർ ഓട്ടം ഉണ്ട്. താമസിച്ചെങ്കിൽ ഗുഡ് നൈറ്റ്. ഓക്കെ. എന്റെ ചാനലിൽ ഞാനൊന്നും ഗുഡ് നൈറ്റ് പറഞ്ഞില്ല. അപ്പൊ മമ്മിയുടെ ചാനൽ അറിയാത്ത എല്ലാരും ഫേസ്ബുക്കിലാണ്ടാ. ഫേസ്ബുക്കിൽ കയറിയിട്ട് ആൻസി ജോസ് പുള്ളിക്കൽ. മമ്മി കേറിക്കൊണ്ടിരിക്കുവാണ്. മമ്മിക്ക് 6500 ഫോളോവേഴ്സ് ആയി ഇപ്പൊ തന്നെ. അപ്പൊ മമ്മി ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യണം. എല്ലാരും സപ്പോർട്ട് ചെയ്യുക, ഷെയറും ലൈക്കും ഒക്കെ തരുക, ഫോളോ ചെയ്യുക. എന്നെ പോലെ ഒന്നല്ല, വലിയ കണ്ടന്റ് ക്രിയേറ്റർ ആണ്. രാവിലെ എഴുന്നേറ്റ കൃത്യമായിട്ട്, എന്നെ പോലെ അല്ല, കൃത്യമായിട്ട് രാവിലെ വീഡിയോ ഇടും, ഉച്ചക്ക് വീഡിയോ ഇടും, വൈകിട്ട് വീഡിയോ ഇടും. ഉച്ചക്ക് അങ്ങനെയല്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന എന്റെ ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ചെടി നടുന്നതായിരിക്കും. അങ്ങനെ ഓരോരോരോ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കണ്ടന്റ് ഇഷ്ടം പോലെ കേട്ടോ. കണ്ടന്റിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആലോചിച്ച കണ്ടന്റ് കിട്ടും കേട്ടോ. അപ്പൊ എല്ലാരും കയറി നോക്കുക, അഭിപ്രായമൊക്കെ പറയുക. അപ്പൊ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഞങ്ങള് വീട്ടിലെത്തി. കാപ്പി കുടിച്ചോണ്ടിരിക്കുന്നു. 5 മണി. അതെ, അരമണിക്കൂർ ഒരു വീടൊക്കെ ചുറ്റിക്കണ്ട. വീട് ഇഷ്ടപ്പെട്ടു, അടിപൊളി, നല്ല ക്യൂട്ട്. അങ്ങനെ പറയല്ലേ, എന്തെങ്കിലുമൊക്കെ പറയാം. ഒന്നും പറയാന്നല്ല, നല്ല ക്യൂട്ട്, നല്ല ഒതുങ്ങിയ ചെറിയ വീട്, നല്ല ഇഷ്ടപ്പെട്ടു. കൊച്ചാൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മള് വലിയ വീടായതുകൊണ്ട് നമുക്ക് ചെറിയ വീട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. നമ്മള് രാവിലെ എണീറ്റപ്പോ മുതൽ തുടങ്ങിയ പരിപാടികളാണ് കേട്ടോ. കള്ളം പറയരുത്. എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോ മുതൽ പപ്പയും മമ്മി ഇവിടെ വൻ പണിയില്ല. ചെടികൾ നമ്മൾ കൊണ്ടുവന്ന ചെടികളെല്ലാം കൂടെ ചട്ടികളിലേക്ക് മാറ്റുക. അപ്പം പപ്പ രാവിലെ പറമ്പിൽ പോയി മണ്ണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാനും പപ്പയും കൂടെ പോയി ചകിരിപ്പൊടി എന്തൊക്കെയാ മേടിച്ച് നമ്മൾ ചാണകവും വളവും മേടിച്ച് ഈ മണ്ണിൽ മിക്സ് ചെയ്ത്. മണ്ണൊക്കെ ഇങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒന്നിലും മണ്ണില്ലായിരുന്നു പഴയ ചെടികളിൽ. ഇവിടെ ഇരിക്കുന്നേ ഈ ചെടിയില്ലേ, ചെടി അത് ഞങ്ങൾ മാറ്റി. CC പ്ലാന്റ് എന്നിട്ട് അത് വേറെ ഭാഗത്ത് വെച്ചു. അത് കൊള്ളാം. ഇവരുടെ ഐഡിയയിലുള്ള പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ കാരണം എല്ലാവർക്കും അറിയാവുന്നല്ലേ. അതെ, ചെടികൾ എങ്ങനെയുണ്ട് വീട് സ്ഥലമൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. കൊച്ചിന് മിറ്റടിക്കാനുണ്ട്, ഇഷ്ടംപോലെ പണിയുണ്ട്. എനിക്കുണ്ട്. അത് കാരണം ഫ്ലാറ്റിലെ പോലെ അല്ല കേട്ടോ. അതെ, ഫ്ലാറ്റിലെ പോലെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പുറത്തൊരു പറമ്പുണ്ട്, അതിനകത്ത് കുറച്ച് അതൊക്കെ കാണിച്ചു കൊടുത്തു. മൊത്തം ഫ്രൂട്ട്സാ. അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ മുമ്പുള്ള വീടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എടുത്ത് നോക്കിയാൽ കാണാം. ഞങ്ങൾ വന്നിട്ട് ഇവിടെ മിറ്റമൊക്കെ അടിച്ചു വാരി ഫുള്ള് നല്ല ഇല വീണിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ചേട്ടാ ഇതുവരെ എണീറ്റിട്ടില്ല, കാരണം രാവിലെ മുതൽ ഉറങ്ങുമല്ല, രാത്രി മുതൽ കണ്ടുപിടിക്കുമല്ലായിരുന്നു.
അപ്പോൾ ചേട്ടായി കിടന്ന് ഉറങ്ങും. നമുക്ക് ചേട്ടാനെ കുത്തിപ്പോക്കാം. ചേട്ടായി യെസ് ഗൈസ്, ചേട്ടാ എണീറ്റ്. എനിക്ക് ഒരുമിച്ച് കഴിക്കാം ഉച്ചയ്ക്ക് കേട്ടോ. ഇത് രാവിലെ ഞാനും പപ്പയും മമ്മിയും കൂടെ കഴിച്ചു. ചേട്ടായി ഉറക്കത്തിലായതുകൊണ്ട് എണീറ്റില്ല. ദൈവമേ, ഞാൻ മുട്ട പൊരിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കാര്യമേ മറന്നുപോയി. അടുക്കള കാണിക്കാൻ വന്നപ്പോഴാണ്. നമ്മൾ രാവിലെ തന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മി സ്പെഷ്യൽ സാമ്പാർ. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചത്, പപ്പടം വറക്കും. അത്രയും കുറച്ച് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. കാരണം ഞങ്ങൾ പുറത്ത് പോകാൻ പറ്റിയില്ല, മീനൊന്നും മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിനൊക്കെ വൈകുന്നേരം ഇറങ്ങണം. മുട്ടയ്ക്കകത്ത് മുരിങ്ങയില ഇട്ട് കഴിച്ചിട്ടുണ്ടോ? സൂപ്പറാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് കഴിച്ചത്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ മുരിങ്ങയില അല്ലാതെ തന്നെ തോരൻ വെച്ചൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ മുട്ടയിലിട്ട് കൊടുത്താൽ മതി. പിള്ളേർക്കൊക്കെ നല്ല ടേസ്റ്റാണ്, കഴിച്ചോളും. എനിക്കിഷ്ടമല്ല ഈ ഇല ഐറ്റംസ്, പക്ഷേ നമ്മൾ ചെയ്ത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര രസമുണ്ട്. നമുക്കിനി മുട്ട മറിച്ചിട്ടാലോ? മറിച്ചിടുന്നതിന് ഞാൻ അത്ര സെറ്റല്ല, പക്ഷെ നമുക്ക് നോക്കാം. രക്ഷപ്പെട്ട് അടിച്ചിട്ട് കരിഞ്ഞു. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നല്ല രസമില്ല മുട്ട കാണാൻ, കളർഫുൾ ആയിട്ടില്ലേ? നമുക്ക് പപ്പടം പൊരിക്കാനുണ്ട്. പപ്പടം കൂടെ പൊരിച്ചാൽ നമ്മുടെ ലഞ്ച് കഴിക്കാൻ ടൈമാവും. ലഞ്ച് കഴിക്കാൻ ടൈമായി, 1 മണിയായി. അപ്പോൾ നമ്മൾ പപ്പടം പൊള്ളിക്കാൻ പോകുന്നത് ഇത് പാലപ്പൻ ചട്ടിയിലാട്ടോ. ഞാൻ പാലപ്പൻ ചട്ടിയിൽ ഇതുവരെ പപ്പടം പൊള്ളിച്ചിട്ടില്ല. കുറേ എണ്ണം വേണമെന്ന് എനിക്ക് അറിയില്ല, നോക്കാം നമുക്ക്. മമ്മി, അമ്മേ, അമ്മയാൽ വിളി വെക്കുന്നില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അത് തന്നെ ചൂടാം. ഡേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഈ പപ്പടത്തിൽ. അതാ ഗൈസ്, നമുക്ക് ഈ പാത്രത്തിൽ പപ്പടം ചുട്ടു വെക്കാം. ഐ എം നോട്ട് എക്സ്പേർട്ട്, ബട്ട് നമ്മൾ പൊരിക്കും. പക്ഷെ ഇതങ്ങ് പൊന്തി വരുന്നില്ല. ഇത് എവിടെ ഉണ്ട്? കണ്ട, ഇത് പൊന്തി വരുന്നില്ല ഭയങ്കരമായിട്ട്. സത്യൻ്റെ മുറിച്ച മൊത്തം ഒരു വെട്ട് കൊടുക്ക്, മുറിയില്ല. പോവാവും എൻ്റെ പൊന്നും. നല്ല ഭയങ്കര ജെല്ലുള്ള കറ്റാവാഴ, നല്ല നല്ല കറ്റാവാഴ, നല്ല ഫ്രഷായ നല്ല ജെല്ലുള്ള ഏതേനോന്ന് എനിക്കറിയില്ല. സൂപ്പർ കറ്റാവാഴ കുറേ ഉണ്ടല്ലേ. ഇതൊക്കെ വെട്ടി കൊടുക്കായിരുന്നു, അല്ല നട്ടു കൊടുക്കായിരുന്നു. നട്ടു കൊടുക്കാം, അതൊക്കെ നട്ടു കൊടുക്കാം. ഇതൊക്കെ നട്ടു കൊടുക്കാം. കുറച്ചെങ്കിലും മുറിച്ചെടുത്തിട്ട് വേണം അതെ. ഇത് കുരുമുളക് ആകാൻ വേണ്ടിയിട്ടുള്ള സാധനം വരുന്നുണ്ട്. അയ്യോ, എന്നാ വലിയ ഇതൊക്കെ കിഴങ്ങ് പോലെ. ഇത് നേരത്തെ മാറ്റി മാറ്റി ഇതില് നമുക്ക് റീപ്ലാന്റ് ചെയ്യാം. ഞങ്ങൾ നല്ല ചട്ടിയിലാക്കി വെച്ചേക്കാം. സൂപ്പറാക്കി വെച്ചേക്കാം. അപ്പൊ അതിന്റെ ആ വേര് വരുന്ന വർഷം മരത്തെ ചേർത്ത് കെട്ടിയോ? ഇത് ഇവിടെ ഉണ്ടായിരുന്ന കുരുമുളക് അവിടെ താഴെ കിടക്കുമായിരുന്നു. അപ്പൊ കമ്പൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ കെട്ടോ മേളില്. കാന്താരി മുളകായിട്ടുണ്ടല്ലോ. ആ വേരുള്ള മരത്തോട് ചേർത്ത് കെട്ടും. ചേട്ടാ ഇതിൻ്റെ അകത്ത് കായ അയക്കുന്നുണ്ട്. നോക്കി, എന്താ സംഭവം? ഇത് ചെറി. ചെറിയാണ്, അവിടെ കണ്ട ചെറിയ തന്നെയാണ്. അത് അവിടെ കണ്ട ചെറിയല്ലല്ലോ, ഇത് ശരിക്കും ചെറി എന്നാണ് ഞങ്ങളുടെ ഒരു അനുമാനം. അറിയാവുന്നവർ കമന്റ് ചെയ്യുക. എന്താണെന്നറിയില്ല, തലവേദനയുണ്ട്. തലവേദനയാ? പക്ഷെ ഇവിടെ എല്ലാം സെറ്റാക്കണം. സെറ്റാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അല്ല, ഇനിയിപ്പോ നമ്മളിവിടെ എങ്ങനെയൊന്ന് വെളുപ്പിക്കും, അത് ഞാൻ നോക്കുന്നു. ഇതിപ്പോ വെളുപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. എന്താ പ്രഷർ വാഷർ ഒരു ദിവസം നമുക്ക് വാടകയ്ക്ക് എടുക്കാം. കഴുകിയെടുക്കണേ, അതിനകത്തോട്ട് നമുക്ക് മാറ്റി നടാം. വാ, ഞാൻ പറിക്കാൻ കേട്ട് അവിടെയും കൂടെ എന്തെങ്കിലും ഇടുമായിരുന്നു, ഒരു രസമായിരുന്നു.
നമ്മുടെ വീടല്ല. ഈ വീട് വൃത്തിയാണെങ്കിൽ അതും കൂടെ ചെയ്താലേ ആവുള്ളൂ അല്ലേ? ഈ അവിടെ ഇങ്ങനെ തിരിച്ചിട്ട് ഓരോ കല്ല് വെച്ച് കൊടുക്കുക, ചെരിച്ച് 2 കല്ല്, എന്നിട്ട് ഇതിങ്ങനെ വേറെ ഇടുക. നടക്കുന്ന വേറെ ഭാഗമാ. ആ, അത് നടക്കുന്ന വേറെ ആയിട്ട്. എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മക്കളാ. ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഞാനേ ഇതുണ്ടാ ഈ ചെടി നിങ്ങൾ പറിച്ചെടുത്തു. അവർ കാണുന്നുണ്ട്, എന്നെ വഴക്കും അറിയരുത്. ഞാനിത് വൃത്തിയാക്കിയിട്ട് ഇതിനകത്ത് വെച്ചോളാം, അല്ലെങ്കിൽ വേറെ പാത്രം മേടിച്ചു വെക്കാം കേട്ടോ പിള്ളേരെ. പിള്ളേരെന്ന് ഉദ്ദേശിക്കുന്ന ഓണറിനാ. ഓണറിനെയാ. ഇത് കണ്ടോ ഈ ചെടി, ചട്ടിക്കകത്താ. ചട്ടിക്കകത്താ. ആ കയറി വന്നോളൂ. കൊള്ളാല്ലേ. കത്തിക്കായിരുന്നോ? എടാ ഇവിടെ ഒരു ചട്ടിയൊക്കെ ഉണ്ടേ വാരാനായിട്ടേ. ചട്ടിയും മറ്റേ അടിച്ചുവാരിയൊക്കെ ഉണ്ട് പുറത്ത്. ആ ഞാൻ എന്തിന്റെ അമ്മ ഇത്? പാഷൻ ഫ്രൂട്ട് വല്ലതാണോ? ആണോ? പാഷൻ ഫ്രൂട്ട് അല്ലല്ലോ, പാമ്പ് വരാതിരിക്കാനുള്ള ചെടിയായിരിക്കും. അങ്ങനെ ചെടി. ആ അത് തന്നെ. അവിടെ ഒരു കൊട്ട അടിച്ചുവാരി ഉണ്ട്, എടുത്തിട്ട് വാ. ഈ സൈഡിൽ കൊട്ട കൊട്ട കൊട്ട. ഈ കൊല്ലം മഴ കുറവാന്ന് തോന്നുന്നു കേട്ടോ മൊത്തത്തില്. കണ്ടില്ലേ വെയിൽ? നമ്മുടെ അവിടെ ഭയങ്കര ചൂടാന്ന് പറയുന്നുണ്ട്. പപ്പായേ ആ അങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ട് കാണിക്കുക. ഈ മുരിങ്ങര് കുറേ മുരിങ്ങയൊക്കെ ഉണങ്ങി കിടപ്പുണ്ട്. അവർ പറിക്കാതെ ഇനി അത് പറിച്ച് കളയണം, എന്നാലേ അടുത്ത മുരിങ്ങ. അത് പറിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാവത്തില്ല. ഇനി വേറെ മുരിങ്ങ നല്ലപോലെ ഉണ്ടാവില്ല ഇങ്ങനെ നിന്നാൽ. അത് പപ്പ പറഞ്ഞത്. അതൊന്ന് തിന്നു നോക്കി. എന്നിട്ട് എക്സ്പ്രഷൻ ഒന്ന് കാണണം ഞങ്ങൾക്ക്. പുളിയല്ലേ? ഭയങ്കര പുളിയാ. നവരസങ്ങളെല്ലാം മുഖത്ത് വന്നു. നല്ല മധുരല്ലേ? നമ്മുടെ റംബൂട്ടാൻ ചെറുതാണെങ്കിലോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണേട്ടാ. താഴെ വീണ് പോകുന്നുണ്ടെന്നേ. അതെന്താന്നറിയില്ല. ഇതാണ്ടാ അവിടെ കുറെ വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പൊ എടുക്കാൻ ആള് വന്നായിരുന്നേ. അപ്പൊ എനിക്കൊന്ന് അവര് കൊണ്ടുപോകാത്ത സാധനങ്ങളായിരിക്കും ഇത്. കൊച്ചു അവിടെ ചെന്നിട്ട് ആ കോവലിന്റെ തണ്ടെടുത്തോണ്ട് വരാവോ? കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇടണം ഇതിനകത്ത്. എടുത്തല്ലോ. എടുത്തോ? വിഷം മേടിച്ച് തിന്നണ്ടല്ലോ. കുറച്ച് വഴുതനയോ പിന്നെ എന്തെങ്കിലുമൊക്കെ കൈ മേടിച്ച് ഇതിൽ നടാം കേട്ടോ. അങ്ങനെ ലൈഫിൽ നിന്ന് വീട്ടിൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോന്നെ കണ്ടുകൊണ്ടിരിക്കണല്ലോ. എന്താണേലും എന്റെ കൈ കൊണ്ട് വെപ്പിക്കാറുള്ളൂ സാധാരണ. നീ വെച്ചോടി എന്നാലേ ശരിയാവും. അങ്ങനെയൊന്നും അല്ല, എന്നാണേലും അതെ. നീ കുഴിച്ച് വെച്ചോടാൻ പറയും. ആണോ അപ്പാ? ആണോ? അയച്ച ശരിയായില്ല. പക്ഷെ നമ്മൾ ഇന്നലെ എടുത്തിട്ട് അത് കണ്ടില്ലേ? ഇന്നലെ ഞങ്ങളിത് വെച്ചത്, അത് സെറ്റായി നിൽക്കുന്നുണ്ടോ? കണ്ടോ? അപ്പാ അതിൻ്റെ ഇത് നോക്കണം കേട്ടോ, വെയിലടിക്കുന്ന സ്ഥലം ഇങ്ങോട്ട് തിരിച്ചു വെക്കണേ, കയറി പോകേണ്ടത്. കളയണ്ട, അത് അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ. നല്ലതല്ലേ, ചകിരി വളമല്ലേ ഇത്? ചകിരിയുള്ള വളമല്ലേ കേട്ടോ. ഈ തണ്ട് എങ്ങോട്ട് തിരിച്ചു വെക്കുന്നേ? ഇങ്ങനെ കയറാനായിട്ട് ഉറപ്പിക്കേ. ഒരു തണ്ടേ ഉള്ളോ? 2. അങ്ങനെ രണ്ടുപേരും ഇതൊക്കെ കണ്ടുപിടിക്കണേട്ടാ. ഉറപ്പിക്കുക, കണ്ടുപിടിച്ചു. ഇതിന്റെ അപ്ഡേഷനൊക്കെ ഇനി നമ്മള് കമ്മിങ് വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ലൂബിക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും വലുതായല്ലേ ഇത്. അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ തീർത്ത് ഞങ്ങൾ നേരെ ഒന്ന് പുറത്തേക്ക് കറങ്ങുവാണ്. ബാക്കി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസിലായിട്ട് കാണാം. ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.